ഖദ്റജി അവർകൾ വരെ അവിടുത്തെ പിതാവ്, പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ഉസ്താദുമാര്, ശൈഖുമാർ, അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഒന്നുകൂടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വളരെ കൃത്യമായി അവിടെ വ്യക്തമാക്കുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ഈ വായിച്ച് കേൾപ്പിച്ച പരമ്പരയാണ് മുടിയുടെ സനദ് എന്ന് വ്യക്തമാക്കി പറയുന്നു. അത് ഏതാണ് ഈ പരമ്പര? നിങ്ങൾക്ക് ചുരുക്ക വിവരം സാക്ഷാൽ പേരോട് തന്നെ പറയുന്നത് കേൾക്കാം. ഈ അഹമ്മദ്, അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ്, മുഹമ്മദിന്റെ പിതാവ്, കൃത്യമായി ആ പരമ്പര ഒന്ന് വായിച്ചു കേൾക്കുന്ന ഒരു ചെറിയ ഭാഗം നിങ്ങൾ കേട്ടോ. ഇദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയാണ്, അറബ് സഹോദരന്റെ കുടുംബ പരമ്പര. الدكتور الشيخ أحمد بن النحري عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാ. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ 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 ഇങ്ങനെ നസബ പറയാ. അപ്പൊ നിങ്ങൾ കേട്ടോ കാര്യം. നമ്മൾ കോഴിക്കോട് വിശദീകരണ സമ്മേളനത്തിൽ വസ്തുനിഷ്ഠമായി നമ്മുടെ പ്രസംഗകർ ചൂണ്ടിക്കാണിച്ചു, പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ തെറ്റുധരിപ്പിക്കാനല്ലേ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര വായിച്ചുകൊണ്ട് ഇതാണ് മുടിയുടെ സനദ് എന്ന് പറഞ്ഞത് എന്ന് കൃത്യമായി തെളിവുകൾ സഹിതം കോഴിക്കോട് സമ്മേളനത്തിൽ വിശദീകരിച്ചപ്പോൾ പേരോട് മറുപടി പറയാ, അത് അദ്ദേഹത്തിന്റെ സനദല്ല, അത് നസബാണ്, കുടുംബ പരമ്പരയാണ്, പിതാവിന്റെ പിതാവ് എന്ന് ഇപ്പോൾ തിരുത്തി പറയുന്നു. അതാണ് നിങ്ങൾ കേട്ടത്. എത്ര വ്യക്തമായിട്ടാണ് ഇദ്ദേഹം തിരുത്തി പറഞ്ഞത്. ഞാൻ പറയട്ടെ, നിങ്ങളിതിന് തൊട്ടു മുമ്പ് കേട്ടില്ലേ, സാക്ഷാൽ പേരോട് 2 തവണ സമ്മേളനത്തിൽ പറഞ്ഞത്, ഇതാ മുടിയുടെ സനദ് ഫോണിൽ ചോദിച്ചിട്ട് കൊടുക്കാത്തവർക്ക് വേണ്ടി, ക്ഷോഭിച്ചവർക്ക് വേണ്ടി ഇതാ പരസ്യമായി സനദ് വായിച്ചുകൊണ്ടാണ് ഇത് കൈമാറുന്നത് എന്ന് വീണ്ടും പേരോട് ആവർത്തിച്ചില്ലേ. വീണ്ടും കാന്തപുരം ബഹുമാന്യനായ AP അബൂബക്കർ മുസ്ലിയാർ, എത്ര വലിയ പണ്ഡിതൻ, അവരെ കൂട്ടത്തിലുള്ള മഹാൻ അദ്ദേഹം പരസ്യമായ സമ്മേളനത്തിൽ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, ഇതാ ഇവിടെ മുടിയുടെ പരമ്പര വായിച്ചു കഴിഞ്ഞു, ഈ അദ്ദേഹത്തിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇപ്പൊ നമ്മളത് ചോദ്യം ചെയ്തപ്പോൾ അത് മുടിയുടെ പരമ്പരയല്ല, അത് കൃത്യമായി അറബ് അറിയുന്ന ആളുകൾ പരിശോധിച്ചാൽ ഈ അറബ് സഹോദരൻ തന്റെ കുടുംബത്തിന്റെ പരമ്പര വായിച്ചു കേൾപ്പിച്ചതാണ്. അങ്ങനെ വായിച്ചു കേൾപ്പിക്കാൻ കാരണം ഇയാളെ പറ്റിച്ചിരിക്കും. ഞങ്ങളെ കുടുംബ പരമ്പര പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ മെച്ചപ്പെടൂല കേട്ടോ. ശരിക്കും ആ പരമ്പരയോട് വായിച്ചു ഉണ്ടാവും. മര്യാദക്ക് ഉപരി എഴുതി വായിച്ചു, നല്ല നിഷ്കളങ്കരായ മനുഷ്യൻ. എന്നിട്ട് ഇതാണ് മുടിയുടെ സനദുകൾ പറ്റിച്ചപ്പോൾ കൃത്യമായി അക്കാര്യം മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ കോഴിക്കോട് സമ്മേളനത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിച്ച സമയത്ത് ഇപ്പൊ പേരോട് തിരുത്തി പറയുന്നു, ഇവർക്കൊന്നും അറിയില്ല, മുടിന്റെ സനദല്ല, അത് മുടി നസബ് എന്നാ പറയാ, കുടുംബ പരമ്പരയാണ്. അതിനല്ലേ നമ്മൾ പറഞ്ഞത്? അതല്ലേ നമ്മൾ പറഞ്ഞത്? ഇപ്പൊ യഥാർത്ഥത്തിൽ പേരോട് തിരുത്തണ്ടേ? ഞാൻ അന്ന് പറഞ്ഞ് തെറ്റാണ്, അങ്ങനെ പറയേണ്ടത്. അന്ന് പറഞ്ഞ് തെറ്റിപ്പോയി, അബദ്ധത്തിൽ അങ്ങനെ കളവ് പറഞ്ഞു പോയി. ശൈഖുന കാന്തപുരം ഉസ്താദും പറഞ്ഞ് തെറ്റാണ് എന്നല്ലേ മാന്യത ഉണ്ടെങ്കിൽ തിരുത്തേണ്ടത്. ഇനി ഞാൻ പറയട്ടെ, ഇത് മുടിയുടെ സനദല്ല എന്ന് ഇയാൾ ഇപ്പൊ സമ്മതിക്കേണ്ടി വന്നല്ലോ നമ്മുടെ മുമ്പിൽ. ആ സമ്മതം നിലനിൽക്കൂല. ഇത് കുടുംബ പരമ്പരയാക്കി പറയാൻ ധാർമ്മികമായ അവകാശമില്ല. എന്തുകൊണ്ട്? ഈ ലക്കം ഇർഫാദ് മാസികയിൽ കാന്തപുരത്തിന്റെ അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ കാന്തപുരം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, ഈ മുടിയുടെ പരമ്പര ഇദ്ദേഹത്തിന്റെ പരമ്പരയിലൂടെ, കുടുംബ പരമ്പരയിലൂടെ കടന്നു വന്നതാണ് എന്ന് കൃത്യമായി ആവർത്തിക്കുന്നുണ്ട്. അവിടെ ആവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരു നിലക്കും ഇത് കുടുംബ പരമ്പരയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത വിധം പച്ചയായി ഇവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് തിരുകേശം മഹത്വം വർത്തമാനം എന്ന പേരിൽ ഈ മുടിയെക്കുറിച്ച് കാരന്തൂർ മർക്കസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 43 ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട്. എന്താണ് ആവർത്തിക്കുന്നത്? ഇത് വളരെ വ്യക്തമായ ഒരു പറയുന്ന കാര്യം നിങ്ങൾ കേട്ടു നോക്കൂ. അൻസാരികളിൽ പ്രഥമമായി ഇസ്ലാം ആശ്ലേഷിച്ച റാഫി റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയുള്ള മുൻ ദുബൈ മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ഖസ്റജിയുടെ മകൻ, അബുദാബി അൻസാർ പ്രസിഡന്റ് കൂടിയായ അഹമ്മദ് ഖസ്റജിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് തിരുകേശം സമ്മാനിച്ച ഒരാൾ. തനിക്ക് പരമ്പരാഗതമായി കിട്ടിയതും എന്താണ് ഈ പറയുന്നത്?
ഈ പുസ്തകത്തിലും പറയുന്നത് പരമ്പരാഗതമെന്ന വിറാസത്തിൽ പാരമ്പര്യമായി പിതാവിന്റെ പിതാവ് ആ നിലയിൽ കിട്ടിപ്പോന്നതാണ് എന്ന് വ്യക്തമായി പറയുന്നത്. മാത്രമല്ല ഇത് സിറാജ് ദിനപത്രമാണ്. സിറാജ് ദിനപത്രം ഇവരുടെ മുഖപത്രമാണല്ലോ. ഈ മുഖപത്രത്തിൽ അവർ കൃത്യമായി എഴുതി വെച്ച് നോക്കൂ. 10/3/2011 സിറാജിൽ ON തരുവണ പേര് വെച്ചെഴുതിയ ലേഖനത്തിൽ സമസ്തയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുടിയെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറയുന്നു 3 തിരുകേശങ്ങളാണ് മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 2 ബറക്കാത്തി സാദാത്തിൽ നിന്ന് ലഭിച്ചതും മറ്റൊന്ന് അബുദാബി ഹസർജി കുടുംബത്തിൽ ലഭിച്ചതും. 2നും ആവശ്യമായ തെളിവുകളും രേഖകളും മർക്കസ് സൂക്ഷിച്ചിട്ടുണ്ട്. ആദ്യത്തേതിന്റെ പരമ്പര ബ്രാക്കറ്റിൽ സനത്, അത് നെസബൊന്നും അല്ല. കൃത്യമായി പറയുന്നു. ആദ്യത്തേതിന്റെ പരമ്പര ബ്രാക്കറ്റിൽ സനത് ഈ ലേഖകൻ നേരിട്ട് കണ്ടതാണ്. രണ്ടാമത്തേതിന്റെ പരമ്പര തന്നെ സനത് ലക്ഷങ്ങൾ വായിച്ച് കേട്ടതുമാണ്. നോക്ക് നിങ്ങൾ, ലക്ഷങ്ങൾ പങ്കെടുത്ത പൊതുസവേദിയിൽ വായിച്ചു കേട്ടതുമാണ്. ഒരു സംശയമല്ലാതെ സിറാജ് പത്രവും പറയുന്നു ഇവർ ലക്ഷങ്ങൾ എന്ന് പറയുന്ന കാരന്തൂർ മർക്കസിൽ പങ്കെടുത്ത ആയിരങ്ങളുള്ള സമ്മേളന വേദിയിൽ വെച്ച് പരസ്യമായി വായിച്ചു കേൾപ്പിച്ച അഹമ്മദിന്റെ കുടുംബ പരമ്പര അത് തന്നെയാണ് മുടിന്റെ സനത്, ജനലക്ഷങ്ങൾ വായിച്ചു കേട്ടതാണെന്ന് ആവർത്തിക്കുന്നു. പേരോടിന് അത് സനതല്ല, മുടിയുടെ പരമ്പരയല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മാത്രമല്ല ഞാൻ പറയട്ടെ, അങ്ങനെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാ സംശയവും ആ മർക്കസ് സമ്മേളനത്തിൽ വായിച്ചു കേൾപ്പിച്ച അഹമ്മദ് എന്ന അറബ് സഹോദരന്റെ കുടുംബ പരമ്പരയുണ്ടല്ലോ, ആ കുടുംബ പരമ്പര ചെന്നെത്തുന്ന റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വഹാബിയിലാണ്. അത് കുടുംബ പരമ്പരയാണ് നമ്മൾ പറഞ്ഞപ്പോ അത് സനദല്ല എന്ന് പറഞ്ഞപ്പോ ഇയാൾ ലാസ്റ്റ് സമ്മതിക്കാണല്ലോ അത് സനദാണ്, ഇവർക്ക് ഒന്നും അറിയില്ല, സനദല്ല, അത് നസബാണ്, കുടുംബ പരമ്പരയാണ്, സനദ് വേറെണ്ടെന്നല്ല പറഞ്ഞത്. എന്തായാലും നോക്കൂ, ഈ കാണുന്ന പുസ്തകം ആരാണ് എഴുതിയെന്നറിയുമോ? തിരുകേശം മദീനയുടെ സമ്മാനം. ആ മർക്കസിക്ക് മദീനത്ത് റസൂലുള്ളാഹി കൊടുത്തയച്ച സമ്മാനം തിരുകേശം. ആ പുസ്തകത്തിന്റെ പേര് എഴുതിയത് ഇവർക്കൊരു നിലക്കും തള്ളിക്കളയാൻ പറ്റാത്ത മാന്യദേഹമാണ്. സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പുത്രൻ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി. കാന്തപുരത്തിലെ സാക്ഷാൽ മകൻ ഇവിടെ വന്നെത്തിയ മുടിയെക്കുറിച്ച് പറയുന്നത് ഈ മുടിയുടെ പരമ്പരയെക്കുറിച്ച് പേരോട് പറഞ്ഞല്ലോ. അവിടെ വായിച്ചു കേൾപ്പിച്ചത് മുടിയുടെ പരമ്പരയല്ല, മുടിയുടെ സനദല്ല. ഇപ്പൊ തിരുത്തിയാലോ, അത് ഇദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയാണ്, നെസബാണ് തിരുത്തി പറഞ്ഞല്ലോ. ആ തിരുത്തി പറഞ്ഞത് ശരിയല്ല, അത് തന്നെയാണ് മുടിന്റെ പരമ്പര എന്ന് സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 42 വ്യക്തമാക്കുന്നു. ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചു തരാം, ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേട്ടുനോക്കി. 2ാമത്തെ തിരുകേശം ലഭിച്ചത് ഹസ്റജി ഗോത്രത്തിലെ ആദി ഹിലാൽ കുടുംബത്തിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുന്ന വിദേശികളെ ദീനിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിച്ചു. മദീനയിൽ നിന്ന് 6 പേരാണ് അക്കൊല്ലം തീർത്ഥാടനത്തിലെത്തിയത്. അവരിൽ റാഫി ഇബ്നു മാലിക് ബിൻ അസ്സറഖി റളിയല്ലാഹു അൻഹു എന്നവരും ഉണ്ടായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ 6 പേരും തങ്ങൾ ക്ഷണിച്ചപ്പോൾ ഇസ്ലാം ആശ്ലേഷിച്ചു. ഈ മഹാനിലൂടെയാണ് തിരുകേശം കൈമാറി വന്നത്. ഏതാണ് ഈ മഹാൻ? റാഫി ഇബ്നു മാലിക് അസ്സറഖി റളിയല്ലാഹു അൻഹു. തീർന്നില്ല, അദ്ദേഹത്തിലൂടെയാണ് കൈമാറി വന്നത് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നു, മഹാനെ തുടർന്ന് മകനായ റിഫാഅത്ത് എന്ന സ്വഹാബി വരനാണ് തിരുകേശം കൈവശം വച്ചിരുന്നത്. അപ്പൊ അഹമ്മദ് ഹസ്റജിയുടെ പിതൃ പരമ്പരയിൽ അവസാനത്തെ മഹാന റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ പരമ്പര അറബ് സഹോദരൻ വായിക്കുന്ന മർക്കസ് സമ്മേളന പരമ്പരയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകൻ റിഫാഅത്ത് റളിയല്ലാഹു അൻഹു കൈമാറി. എന്നിട്ടോ തുടർന്ന് ഇദ്ദേഹം പറയുന്ന നോക്കൂ, ബദറിലും ഉഹദിലും പങ്കെടുത്ത ഈ മഹാൻ നിന്നുള്ള സന്താന പരമ്പരയാണ് കാലങ്ങളായി തിരുകേശം സൂക്ഷിച്ചു വന്നിരുന്നത്. ഒരു സംശയമല്ലാതെ പറയുന്നത്, ഇവിടെ വായിച്ചു കേൾപ്പിച്ച അഹമ്മദ് ഹസ്റജിയുടെ കുടുംബ പരമ്പരയുണ്ടല്ലോ, ആ റാഫി ഇബ്നു മാലിക് അദ്ദേഹത്തിന്റെ മകൻ റിഫാഅ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സന്താന പരമ്പര കൈമാറിപ്പോന്നാണ് ഈ മുടി കാലങ്ങളായി സൂക്ഷിച്ചു വരുന്നത്. ഈ പരമ്പരയിലെ ഇപ്പോഴത്തെ കണ്ണിയും ജമിയത്തുൽ അൻസാർ എന്ന പേരുള്ള നിരവധി സംഘടന അമീറുമായ ഖാദിമു ആസാരി നബവിയ ഡോക്ടർ അഹമ്മദ് ഹസ്റജിയാണ് ഈ തുരുകേശം മർക്കസിന് നൽകിയത്. സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി എഴുതിയ പുസ്തകം. ആർക്കാണ് ഇത് സംശയമുള്ളത്? ഇനി എന്ത് മാറ്റാണ് വരുത്താൻ സാധിക്കുക?
പേരോട് പറഞ്ഞല്ലോ. നമ്മുടെ ഉസ്താദ്മാർ ചോദ്യം ചെയ്ത സമയത്ത് ആളുകളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? ആ അറബിയുടെ കുടുംബ പരമ്പര വായിച്ചിട്ട് ഇതാണ് മുടിയുടെ സനത് എന്ന് ജനങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചത് വഞ്ചനയല്ലേ എന്ന് കാരണസഹിതം ചോദിച്ചപ്പോൾ ഇയാൾ അവസാനം തിരിച്ചു പറഞ്ഞു, അത് കുടുംബ പരമ്പര തന്നെയാണ്, നസബാണ്, അതല്ല സനത്, അത് നസബാണ്, പരമ്പരയാണ്, നസബ് അൻസാബ് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം അത് പറഞ്ഞ് തിരുത്തി പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി വ്യക്തമായി തന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു അത് തന്നെയാണ് മുടിയുടെ പരമ്പര എന്ന്. സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ മർക്കസ് സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണത്തിൽ പറയുന്നു ഇത് തന്നെയാണ് മുടിയുടെ പരമ്പര.